अशरफी गज देना दुपट्टा मेरा, जिसने अशरफी गज देना दुपट्टा मेरा, हो जी हो दुपट्टा मेरा, हो दुपट्टा मेरा। जिसने गुलाबी रंग देना दुपट्टा मेरा, जिसने गुलाबी रंग देना दुपट्टा मेरा, इन्हीं लोगों ने, इन्हीं लोगों ने, इन्हीं लोगों ने। सिपैया से पूछो, हमरी न मानो, सिपैया से पूछो, हमरी न मानो, हमरी न मानो, सिपैया से पूछो, सिपैया से पूछो, जिसने, जिसने बजरिया में छीना दुपट्टा मेरा, जिसने बजरिया में छीना दुपट्टा मेरा, इन्हीं लोगों ने, इन्हीं लोगों ने, इन्हीं लोगों ने, इन्हीं लोगों ने ले लेना दुपट्टा मेरा, दुपट्टा मेरा, दुपट्टा मेरा, दुपट्टा मेरा, दुपट्टा मेरा, इन्हीं लोगों ने ले लेना दुपट्टा। വൈക എന്തോ അടിപൊളി ഗെറ്റപ്പില് എന്താണ് ഡാൻസിന് ഇത്ര എനർജി കുറഞ്ഞു, അതോ അങ്ങനെയാണോ? അല്ല, ലതാജിയുടെ റൗണ്ട് ആയതുകൊണ്ട് പാട്ടിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ട് ഡാൻസ് ഇച്ചിരി സട്ടിലായിട്ട് പിടിക്കാന്ന് വിചാരിച്ചു. കുഴപ്പമില്ലടാ, ചോദിക്കാം. ശരത് സാർ, മോളെ ഉഗ്രം പാട്ടടാ, അസാധ്യ കോമ്പസിഷൻ. മോള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. അത് ആദ്യം കുഞ്ഞിന്റെ തൊണ്ടയടപ്പുണ്ടോ? ഇല്ല. ആ മുകളിലൊക്കെ പാടുമ്പോൾ കുറച്ച് കാറ്റും മഴക്കോളും ഒക്കെ ആയിരുന്നു കേട്ടോ. അത് ശ്രദ്ധിക്കുക. നിനക്ക് നമ്മൾ എപ്പോഴും വൈകിയുടെ ഒരു പെർഫോമൻസ് കാണുന്ന ഒരു ഇങ്ങോട്ട് കിട്ടിയില്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ. ഓക്കെ, ആരാണ് ഇതിന്റെ സംഗീത സംവിധായകൻ? ഗുലാം മുഹമ്മദ് സാർ. ചെറിയ വേരിയേഷൻ ഈ പെർക്കഷനിൽ. ഈ വേറെ പാട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇത് എന്തോരം മെനക്കേടാണ് അവര്. മോളെക്കാൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആ പാച്ചുവിനായിരുന്നു. ഞാൻ അവർക്ക് നല്ല ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് അവന് വായിച്ച്. കാര്യം അത്രയും വേരിയേഷൻസ് ആണ്. ഒരു ചങ്ക ചക്ക ചക്ക ചെങ്ക ചെങ്ക ചാവുന്നവരെ അത് വായിച്ചുകൊണ്ടിരിക്കുകയല്ലോ. അതിനിടയ്ക്ക് 1008 പരിപാടി. ആ ഷിനു എല്ലാം വൃത്തിയായിട്ട് വായിക്കുന്നത്. അവൻ അതിന് ഭയങ്കര ടെൻഷൻ. പുകത്തയ്യോ എനിക്ക് ജീവിതം വെറുത്തു എന്നൊക്കെ പറഞ്ഞു ആകെ പ്രശ്നം. അല്ല, ചിലതങ്ങനെ, ചില പാട്ടുകൾ അങ്ങനെയാണ്, ചില റിതം സെറ്റപ്പ്. അയ്യോ, ഒരു നിവൃത്തിയല്ല മോളെ. അത് മാത്രമായിട്ട് കേൾക്കണം ഇരുന്നിട്ട്. അത് എന്തുമാത്രം വേരിയേഷൻസ് ഉപയോഗിച്ച് സത്യത്തിൽ ചെങ്ക് ചക്ക തക്ക ചെങ്ക് ചെങ്ക് ഈ പാട്ട് മുഴുവൻ അത് മതി. പക്ഷെ അതിൻ്റെ ഇടയ്ക്കിട്ട് ഇവരെ കൊല്ലാൻ വേണ്ടി അദ്ദേഹം കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ അദ്ദേഹത്തിന് ഒരു പ്രണാമം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. ഞാനിത് കേട്ടേക്കുന്ന ലതാജി ലൈവ് പാടിയ പണ്ട്, അത് ലൈവ് പാടിയ അതാണ് ഞാൻ കേട്ടിട്ടുള്ളത് കൂടുതൽ. അസാധ്യം. അത് ഒറിജിനലിനേക്കാളും ഭീകരമായിട്ട് അമ്മ പാടി വെച്ചേക്കുന്നു. ഒരു നിവൃത്തിയില്ല. പാട്ട് മോള് ഉഗ്രമായിട്ട് പാടി കേട്ടോ. മക്കളെ, എനിക്ക് ആ പൂച്ചയെ പറ്റി എനിക്ക് വലിയ ഒരു താല്പര്യം തോന്നിയില്ല. അതിനകത്തില്ലേ അത് ഹമരന്ന മാനോ പൂച്ചോ? ആ പൂച്ചയൊക്കെ കണ്ടം വഴി ഓടി. അത് ശരിയാക്കണം കേട്ടോ. അതുപോലെ മോളെ ആ ഒരു ആലാപ്പ് വന്നിട്ട് മോളത് പാടത്തില്ല. രണ്ടാമത്തെ ചരണം അതൊന്ന് പാടാമോ? ഇപ്പൊ പിന്നെയും ഒരു ക്ലാരിറ്റി ഉണ്ട്. മോള് വേറെ എന്തോ പാടിയപ്പോ
അപ്പോൾ ഇത് ഇപ്പം ഒരു വിധം രസമുണ്ട് കേൾക്കാൻ കേട്ടോ. അപ്പം നമ്മളൊരു പ്രത്യേക താങ്ക്സ് ഈ അണ്ണാച്ചികൾക്ക് പറയാം മക്കള് കേട്ടോ. അത് നമ്മുടെ ഓർക്കസ്ട്ര എല്ലാവരും അതിമനോഹരമായിട്ട് അവർ സപ്പോർട്ട് എന്നോട് ചെയ്തു. ചോദിച്ച് നിനക്ക് ഓർക്കസ്ട്രക്കാരോട് എന്തെങ്കിലും പ്രത്യേക വൈരാഗ്യം വല്ലതും ഉണ്ടോ പാച്ചിച്ചേട്ടനും? പാച്ചേട്ടാ അല്ല, ബാജു ചേട്ടൻ്റെ അടുത്ത് പലർക്കും വൈരാഗ്യമുണ്ട്. അത് ട്രിവാൻഡ്രം ഏരിയയിൽ ഇറങ്ങി നടക്കാനൊക്കത്തില്ല ബാജുവിൻ്റെ കയ്യിലിരിപ്പ് കാരണം. അത് ഞാൻ പറയുന്നില്ല ഇവിടെ, വേണ്ട മക്കളെ, അതേ ഉള്ളൂ. ഇത് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ നല്ല ഒരു സുഖമുണ്ട്. കുഞ്ഞിനൊരു അടപ്പ് ഇപ്പോഴും മോള് പാടുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നു. പോട്ടെ, പക്ഷെ നിന്റെ ടോൺ എനിക്ക് ഇഷ്ടമാണ് ചക്കര കേട്ടോ. താങ്ക് യു സർ. ലവ് യു മുത്തേ. ലവ് യു ടു. താങ്ക് യു ശരത് സാർ. ഷാനിക്ക വൈക എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. ആദ്യം തന്നെ ഇതിന്റെ ഒരു 75% കയ്യടി കൊണ്ടുവന്നത് ഓർക്കസ്ട്രയാണ്. വാ 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 വാ. വൈക പൂച്ചോ അതെ അതെ ആ. പൂച്ചോ. ഛോ ആണേ. ചോ. പിന്നെ ഈ പറഞ്ഞ എല്ലാ പൂച്ചയും എങ്ങോട്ടൊക്കെയോ ഓടിപ്പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് വൈകയുടെ ഒരു സ്ഥിരം വൈബ്രന്റ് പെർഫോമൻസ് ഉണ്ടല്ലോ, അവിടെ എത്തിയോന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇത് ഡാൻസ് ഒക്കെ കുറച്ചുകൂടി ആവാമായിരുന്നു എന്നൊരു തോട്ട് എനിക്കുണ്ട്. ഇത് ഒന്ന് പേടിച്ച് പേടിച്ച് ചെയ്യുന്നത് പോലെ തോന്നി. അതർവൈസ് ഇറ്റ് വാസ് നൈസ് കേട്ടോ. ഓക്കെ മോളെ, അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ വൈക എന്തോ സെയിം തിങ് എനിക്ക് തോന്നിയത്. സാധാരണ വൈക തരുന്നൊരു പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ ഇറ്റ് വാസ് എ ഗുഡ് പെർഫോമൻസ്. ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഡിക്ഷൻ, ഹിന്ദി, കാരണം ഹിന്ദിയുടെ മെയിൻ നമ്മൾ പ്ലാൻസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഡിക്ഷനാണ് മെയിൻ തിങ്. അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബട്ട് ഓവറോൾ ഇറ്റ് വാസ് എ ഗുഡ് അറ്റംപ്റ്റ്. ഓർക്കസ്ട്രയ്ക്കാണ് ഇന്ന് ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഉഗ്രനായിരുന്നു. സോ ബെറ്റർ പെർഫോമൻസ് ആയിട്ട് വരിക നെക്സ്റ്റ് റൗണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു ഹരിച്ചേട്ടാ. മോളെ നിഷാം ചേട്ടാ ഒരു കാര്യം കൂടെ ഒന്ന് പറയാം. നമ്മൾ ഈ ഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പിടിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ഈ അബദ്ധം നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ അവന്റെ ഒരു ഹിന്ദി, അതിപ്പോ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞാലും സാരല്ല. ഞാൻ പറയും നിങ്ങൾ വേറെ എവിടെയും പോയിട്ട് ഒരു അബദ്ധം കാണിക്കരുത്. കാരണം അങ്ങനെ അബദ്ധങ്ങൾ ഞാനിങ്ങനെ നേരിട്ട് വലിയ സ്റ്റേജുകളിൽ, അത് ഡിക്ഷൻ അല്ല, ചിലർക്ക് ലാംഗ്വേജിന്റെ ഇഷ്യൂസ് കാരണം ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം, പെട്ടെന്ന് പറയാം. ഒരു സ്റ്റേജിൽ ഒരാൾക്ക് സ്ക്രീൻ പ്ലേക്കും ഡയറക്ഷനും പിന്നെ 2 അവാർഡ്സ് കിട്ടി. പുള്ളി ഒരു പ്രാവശ്യം പോയി മേടിച്ചിട്ട് വന്നു. എന്നിട്ട് അടുത്തതും ബെസ്റ്റ് ഡയറക്ടർ എന്ന് വിളിച്ചു. പുള്ളി പോയി അത് മേടിച്ചു. അവിടെ നിൽക്കുമ്പം അവിടുത്തെ അവതാരിക പറഞ്ഞു, ഓ മൈ ഗോഡ്, ഇറ്റ്സ് എ ഡബിൾ വാമി ഫോർ സോ ആൻഡ് സോ എന്ന് പറഞ്ഞു. ഈ ഡബിൾ വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡബിൾ വാമിയുടെ ശരിക്കുള്ള അർത്ഥം ഡബിൾ പണി എന്നാണ്. അതായത് ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിക്കുക എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിനാണ് ഡബിൾ വാമി എന്ന് പറയുന്നത്. ഞാനിത് ക്രൗഡിൽ നിന്ന് ഇത് കേട്ടിട്ട് പാറു, ഇത് നിനക്കുള്ള ക്ലാസ്സാ. അതാ ഞാൻ കേട്ടോണ്ടിരിക്കുക. ഈ ഡബിൾ വാമി കേട്ടിട്ട് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പോയിട്ട് ഡബിൾ വാമി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പം ആണല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി. കാരണം ഒരു സദസ്സിൽ ഇത് പറയുമ്പോഴുണ്ടല്ലോ, അത് കുറെ പേർക്ക് അത് അടിക്കും ഭയങ്കരമായിട്ട്. ഇല്ല, ഇത് അറിയാവുന്ന ഇപ്പോൾ ഈ പറഞ്ഞ സാധനം അറിയാവുന്നവർക്ക്, ഇപ്പം ഞാനൊക്കെ കേട്ട എണീറ്റ് നിന്ന് കൈയടിച്ചേനെ പുതിയൊരു വാക്ക് എന്ന് പറഞ്ഞു. നമുക്കതല്ല, ഡബിൾ വാമി നമുക്ക് അറിഞ്ഞൂടല്ലോ. അതിനില്ല, ഇതൊക്കെ അറിഞ്ഞു വെച്ചേക്കുന്നത് നല്ലതാണ് മക്കളെ കേട്ടോ. ഇല്ലെങ്കിൽ അത് പിന്നെ ഒരു ഭാവിയിൽ ഡബിൾ ഫാമി ആയി പോകും. ഓക്കെ, ഹിഷാം ചേട്ടാ. വൈകാലക്ഷ്മി എന്തോ അടിപൊളിയായിട്ട് പാടി, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇങ്ങനെയുള്ള സോങ്സ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, ഡിജിറ്റൽ ഇന്നോവേഷനും AI-ന്റെ സഹായത്തിൽ മ്യൂസിക് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ട്രാക്സ് പിന്നെയും റിവൈവ് ചെയ്ത് നിങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റുന്നത്, അതിനൊരു വേദി ഒരുക്കുന്നതിന് ശരിക്കും സൂപ്പർ സ്റ്റാറിനോടൊരു വലിയ നന്ദി പറയണം. എന്താ വരുന്ന ജനറേഷന് പിന്നെയും ഇങ്ങനെയുള്ള സോങ്സിൻ്റെ റിമെമ്പറൻസ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. പിന്നെ ഒരു ചെറിയൊരു എനിക്ക് ഈ പ്രൊനൗൺസിയേഷൻ്റെ കാര്യം പറഞ്ഞപ്പം എനിക്കൊരു ചെറിയ സ്റ്റോറി പറയണമെന്ന് ഓർത്തു. ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്ത ഇതേ ഇഷ്യൂ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. പെർഫോം ചെയ്യുമ്പം കോമ്പറ്റീഷനിൽ പലതവണയും മലയാളം ഡിക്ഷൻ എനിക്ക് പലതവണയും പ്രൊനൗൺസിയേഷൻ ഇപ്പോഴും അത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ പെർഫോം ചെയ്യുമ്പോഴും സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പല സാധനങ്ങളും നമുക്ക് പ്രശ്നം വരും. ഇതൊക്കെ മാറി ഞാൻ തെലുഗുവിലും തമിഴിലും പോയ സമയത്ത് എനിക്ക് ഒട്ടും അറിയാത്ത ഭാഷയാണ്. അങ്ങനെ തെലുഗുവിൽ പോയി ആ ഫസ്റ്റ് സോങ്, ആ ട്രാക്ക് ഞാൻ ആദ്യം ഡമ്മി പാടി ഫൈനൽ സ്റ്റുഡിയോന്ന് പാടി.
അതിനുശേഷം എനിക്ക് തോന്നുന്നൊരു 34 തവണ ഞാനത് റീ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നാറോജ നുവേ എന്ന് പറഞ്ഞ സോങ് 34 ടൈംസ് ഇൻസൈഡ് ദ സ്റ്റുഡിയോ. പലതവണ സ്റ്റുഡിയോയിൽ എഞ്ചിനീയർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ പലതവണയും. സോ ഓൾവേസ് ഇറ്റ് ടേക്സ് ഹാർഡ് വർക്കിൽ നിന്ന് മാത്രമേ നമുക്ക് ബെസ്റ്റ് ആവാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഈ ഗ്രൂമിങ് കിട്ടുന്നതിന് ജഡ്ജസിനോടൊരു വലിയ നന്ദി പറയണം. കാരണം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ പോകുന്ന റെക്കോർഡിംഗ് ബൂത്തിലേക്കാണ്. ആ സമയത്ത് ഇങ്ങനെയുള്ള ഒബ്സ്റ്റക്കിൾസ് പിന്നെയും ഫേസ് ചെയ്യുമ്പം നിങ്ങൾക്കൊരു വലിയ കോൺഫിഡൻസ് ആയിരിക്കും. ഈ ലിറിക്സിൻ്റെ ഇഷ്യൂ ഒക്കെ വരുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ഗ്രൂമിങ് സ്റ്റേജായിട്ട് ഇതിനെ കണക്കാക്കിയാൽ മതി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മക്കളെ, ഇതിപ്പം ഇഷാൻ പറഞ്ഞ ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇപ്പൊ പ്രത്യേകിച്ച് തെലുങ്ക് കാര്യം അത് നമുക്ക് മനസ്സിലാവത്തുമില്ല. അവരുടെ ചില ഒരു സ്ലാങ് അവർ പറയുന്നതിനൊരു അത് തന്നെയല്ലേ നമ്മൾ പറയുന്നത് നമ്മൾ വിചാരിക്കും. പക്ഷെ അതല്ല, അതിനെന്തോ എന്തരോ ഒരു കുറവുണ്ട്. അത് മനസ്സിലാക്കാൻ വലിയ പാടാണ്. പ്രത്യേകിച്ച് തെലുങ്ക് നമ്മളത് തന്നെയാണ് പറയുന്നത്. പക്ഷെ അതല്ല വേണ്ട അവർക്ക്. അവര് പറയുന്ന ഒരു ഗുൽപ്പിയുണ്ട്, അത് വരണം. അത് വരാണ്ട് പറ്റത്തില്ല. ഇപ്പം ഞാനൊരു മറാഠി പടം ചെയ്ത സമയത്ത് ഇവര് പറയും യു ആർ സിംഗിങ് ജജുവ, ഇറ്റ്സ് ജജുവ നോട്ട് ജജുവ. എന്തെങ്കിലും മനസ്സിലായോ? ഇങ്ങനെയാണ് പറയാ. അപ്പൊ നമ്മൾ വിചാരിക്കും എടാ ഇതന്നല്ലേ, ഇപ്പൊ ശരത്തേട്ടൻ പറഞ്ഞല്ലേ ഇത് തന്നെ അല്ലേ പാടിക്കൊണ്ടിരിക്കണേ. നിങ്ങൾ പാടുന്ന ജജുവയാണ്, പക്ഷെ അതല്ല എനിക്ക് വേണ്ട ജജുവാന്ന്. ഞാൻ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇങ്ങനെ വരുമല്ലോ, സെയിം അതേ നമുക്ക് ഒട്ടും മനസ്സിലാവൂല, സെയിം വേർഡ് തന്നെ. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞ ഒരു 10 ടേക്ക് ഞാൻ അത് പാടിക്കൊണ്ടിരിക്കും. ഏതോ ഇടയ്ക്കുന്ന ഡയറക്ടർ യെസ് ദിസ് ഇസ് ദ വേർഡ്, ദിസ് ഇസ് ദ വേർഡ്. ഓക്കെ, അത്രയും ക്ഷമ നമുക്കില്ല. ഓക്കെ, ഹിഷാം ചേട്ടന്റെ ഭയങ്കര എന്താ പറഞ്ഞ ദർശന എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് ആ പാട്ട്. ഞാൻ ദർശനം കിട്ടിയതിന്റെ സന്തോഷമെന്ന് പറയാൻ വരിക. ദർശനം താങ്ക് യു മോളെ, താങ്ക് യു. അപ്പൊ നമുക്ക് മാർക്ക് വെക്കാം. ശരത് സർ. ഇല്ല, എനിക്ക് ഈ മാർക്ക് കേൾക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഞങ്ങളുടെ ഒരു ആഗ്രഹം ഇവർ ആ ഒരു സോളോ ഒന്ന് വായിച്ച് കേൾക്കണമെന്ന് ഒരു തവണ കൂടി എനിക്കൊരാഗ്രഹം. ഓക്കെ, സൂപ്പർ, ഐ ലവ് യു. പാച്ചുനും ഗോപാലിനും ഒക്കെ ഉമ്മ. മക്കളെ, എന്തോ 8 മാർക്ക് മുത്തേ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഇട്ടു. ഓക്കെ, ഇട്ടു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.